മനസ്സിലായോ? ഞങ്ങൾ വനിതാ ശിശു വികസന വകുപ്പാണ്. അതെ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് നൽകിയ സമ്മാനമായിരുന്നു വനിതാ ശിശു വികസന വകുപ്പ്. അതെ അതെ, വനിതാ ശിശു വികസന വകുപ്പ് കേരളത്തിലെ ഓരോ മുക്കിനും മൂലയിലും ഞങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അരികിലുള്ള അംഗനവാടികളിൽ ഞങ്ങളുണ്ട്. വനിതാ ശിശു വികസന വകുപ്പിന് എന്താ ഈ വീട്ടിൽ കാര്യം? വനിതയും ശിശുവുമുള്ള എല്ലാ വീട്ടിലും ഞങ്ങളുണ്ട്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷമാണ് മെയ് 6 മുതൽ 12 വരെ ആലപ്പുഴ ബീച്ചിൽ. എന്റെ കേരളം പ്രദർശന വിപണനമേള. വകുപ്പിന്റെ വിവിധ ധനസഹായ പദ്ധതികളെ പരിചയപ്പെടാം. സഹായഹസ്തം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെയുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് 30,000 രൂപ നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം എല്ലാ കുടുംബങ്ങളുടെയും സ്വപ്നമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള പഠനത്തിൽ മികവ് പുലർത്തുന്ന ഒട്ടേറെ കുട്ടികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാറുണ്ട്. സാധുക്കളായ വിധവകളുടെ മക്കൾക്ക് ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പടവുകൾ. ഈ കുടുംബം പുലർത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീകൾ, ഭർത്താവിനെ കാണാതായവർ, നിയമപരമായ വിവാഹത്തിലൂടെ അല്ലാതെ അമ്മയായവർ, ഇത്തരം വ്യക്തികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ചെറിയൊരു കൈത്താണ്. കുടുംബഭാരം ഇനി ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല. അതിനായി വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്കോളർഷിപ്പ് പദ്ധതി വിദ്യാധനം. അഭയകിരണം. ഒറ്റപ്പെട്ടു പോകുന്ന അനേകം വനിതകളെ നമുക്ക് ചുറ്റും നാം കാണാറുണ്ട്. അവരുടെ സംരക്ഷണം എന്നും ഒരു ചോദ്യചിഹ്നമാണ്. പ്രായപൂർത്തിയായ മക്കളില്ലാത്ത, ഭിന്നശേഷിക്കാരായ മക്കളുള്ള വിധവകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അഭയകിരണം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. താമസിക്കുന്നതിന് ചുറ്റുപാടില്ലാത്ത ഉറ്റ ബന്ധുവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന വിധവകൾക്കാണ് ഈ സഹായം ലഭ്യമാകുന്നത്. വനിതാ ശിശു വികസന വകുപ്പ് പ്രതിമാസം 1000 രൂപ വിധവകളെ സംരക്ഷിക്കുന്ന ഉറ്റ ബന്ധുവിന് നൽകുന്നു. 18നും 50നും മധ്യേ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട സാധുക്കളായ വിധവകൾക്കും വിവാഹമോചിതരായ സ്ത്രീകൾക്കും പുനർവിവാഹത്തിന് വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് മംഗല്യ. മംഗല്യ ധനസഹായ പദ്ധതി പ്രകാരം 25,000 രൂപ വിവാഹം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ സ്ത്രീക്ക് ലഭിക്കുന്നതാണ്. ഇത് കണ്ടോ, ശൈശവ വിവാഹത്തെ കുറിച്ച് അറിയിപ്പ് നൽകുന്ന ആൾക്ക് 2,500 രൂപ വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്നു. പൊൻവാക്കുന്നാണല്ലോ പദ്ധതിയുടെ പേര്. അറിയിപ്പ് നൽകുന്ന വ്യക്തിയുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. ശൈശവ വിവാഹം നടന്നതിന് ശേഷം അറിയിപ്പ് നൽകുന്ന വ്യക്തിക്ക് ധനസഹായം ലഭിക്കില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുമായി കേരള വനിതാ കമ്മീഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംരക്ഷണ വേദിയാണ് ജാഗ്രതാ സമിതി. ഓരോ ജില്ലയിലും വാർഡ് തലം മുതൽ ജില്ലാതലം വരെ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, നിയമലംഘനം, ചൂഷണം, നീതി നിഷേധം എന്നിവയ്ക്കെതിരെ ജാഗ്രതാ സമിതിയിൽ പരാതി സമർപ്പിക്കാവുന്നതും പരിഹാരം കണ്ടെത്തി സുരക്ഷിതത്വം ഉറപ്പാക്കാവുന്നതുമാണ്.